അമേരിക്കയിൽ ഒരു പുതിയ നിയമം വരുന്നുണ്ട്. ചില സെനറ്റർമാർ ചേർന്ന് ഒരു നിയമം ഉണ്ടാക്കാൻ പോവുകയാണ്. ജസ്റ്റിസ് ഫോർ അമേരിക്കൻ വിക്ടിംസ് ഓഫ് ഇല്ലീഗൽ ഏലിയൻസ് ആക്ട് എന്നാണ് ഈ നിയമത്തിൻ്റെ പേര്. ഈ നിയമം എന്താണെന്ന് ചോദിച്ചാൽ, അമേരിക്കൻ പൗരന്മാരെ കൊല ചെയ്യുന്ന രേഖകളില്ലാത്ത കുടിയേറ്റക്കാർക്ക് വധശിക്ഷ നൽകാൻ കോടതിക്ക് അധികാരം നൽകുന്ന നിയമമാണിത്. മതിയായ രേഖകളില്ലാതെ അമേരിക്കയിൽ താമസിക്കുന്നത് കൊലപാതക കേസുകളിൽ വധശിക്ഷ നൽകുന്നതിന് ഒരു കാരണമായി കോടതികൾക്ക് പരിഗണിക്കാം. ജോൺ കോനൻ, ടീം സ്കോട്ട്, ടോമി ട്യൂബർവില്ലെ തുടങ്ങിയ സെനറ്റർമാർ ഈ നിയമത്തെ പിന്തുണയ്ക്കുന്നുണ്ട്. ഇത് ശക്തമായ ഒരു സന്ദേശം നൽകുമെന്നും കൊലപാതകങ്ങൾ തടയാൻ സഹായിക്കുമെന്നുമാണ് അവർ പറയുന്നത്. അമേരിക്കക്കാരെ സംരക്ഷിക്കേണ്ടത് സർക്കാരിൻ്റെ കടമയാണ്. പല ആളുകളും അടുത്ത കാലത്ത് അമേരിക്കയിലേക്ക് വന്നിട്ടുണ്ട് എന്നാണ് സെനറ്റർ ട്യൂബർവില്ലെ പറയുന്നത്. ഈ പുതിയ നിയമം മുൻപ് ഡൊണാൾഡ് ട്രംപ് ചെയ്ത കാര്യങ്ങളുടെ തുടർച്ചയാണ്. റിപ്പബ്ലിക്കൻ പാർട്ടിക്കാർ ഇതിനെ ഔദ്യോഗിക നിയമമാക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. ഈ നിയമം പ്രധാനമായും രേഖകളില്ലാത്ത കുടിയേറ്റക്കാർക്ക് എതിരാണ്. എന്നാൽ ചില ഇന്ത്യക്കാർക്ക് ഇതിൽ ആശങ്കയുണ്ട്. കുടിയേറ്റക്കാരെ ആളുകൾ വെറുക്കാൻ തുടങ്ങുമോ എന്ന് അവർ ഭയപ്പെടുന്നുണ്ട്. ഇത്തരം നിയമങ്ങൾ ആളുകളെ പേടിപ്പിക്കാനും നിയമപരമായി ഇവിടെ താമസിക്കുന്നവരെ പോലും ഇത് ബാധിക്കാനും സാധ്യതയുണ്ട്. അമേരിക്കയിലെ പല ഇന്ത്യക്കാരും ടെക്നോളജി, മെഡിസിൻ തുടങ്ങിയ പ്രധാന മേഖലകളിൽ ജോലി ചെയ്യുന്നവരാണ്. എന്നാൽ ഇത്തരം വാർത്തകൾ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ടെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ട്. ഏകദേശം 40 ലക്ഷത്തിലധികം ഇന്ത്യക്കാർ അമേരിക്കയിൽ താമസിക്കുന്നുണ്ട്. പലരും H1B, L1, F1 പോലുള്ള വിസകളിൽ വന്നവരാണ്. 2025 മെയ് മാസത്തിൽ സെനറ്റർ ജോൺ കോർണിനാണ് ഈ ബിൽ അവതരിപ്പിച്ചത്. അദ്ദേഹത്തിൻ്റെ റിപ്പബ്ലിക്കൻ സഹപ്രവർത്തകരും ഇതിന് പിന്തുണ നൽകിയിട്ടുണ്ട്. ഈ നിയമത്തിൻ്റെ പ്രധാന ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ, അമേരിക്കൻ പൗരന്മാരെ കൊലപാതകം ചെയ്യുന്ന അനധികൃത കുടിയേറ്റക്കാർക്ക് ഫെഡറൽ നിയമപ്രകാരം വധശിക്ഷ നൽകാൻ വ്യവസ്ഥ ചെയ്യുക എന്നതാണ്. ട്രംപിൻ്റെ 2025 ജനുവരി 20 എക്സിക്യൂട്ടീവ് ഉത്തരവിനെ നിയമപരമായി നിലനിർത്താനാണ് ഈ നിയമം ലക്ഷ്യമിടുന്നത്. അനധികൃതമായി രാജ്യത്ത് പ്രവേശിച്ച് കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നവർക്കെതിരെ ശക്തമായ നടപടിയെടുക്കാൻ ഈ നിയമം സഹായിക്കുമെന്നാണ് ഇതിനെ പിന്തുണയ്ക്കുന്നവരുടെ വാദം. ഇത് കുറ്റകൃത്യങ്ങൾ കുറയ്ക്കുകയും പൊതുജനങ്ങളുടെ സുരക്ഷ വർദ്ധിപ്പിക്കുകയും ചെയ്യുമെന്നാണ് അവർ വാദിക്കുന്നത്. അമേരിക്കൻ പൗരന്മാരെ സംരക്ഷിക്കുക, കൊലപാതകം ചെയ്യുന്ന അനധികൃത കുടിയേറ്റക്കാർക്ക് കടുത്ത ശിക്ഷ നൽകുക, ഭാവിയിൽ ഈ നിയമം മാറ്റാതിരിക്കാൻ ഇത് ഫെഡറൽ നിയമമായി നിലനിർത്തുക, ഇരയായവരുടെ കുടുംബങ്ങൾക്ക് നീതി നൽകുക, അവരെ പിന്തുണയ്ക്കുക എന്നിവയാണ് ഈ നിയമത്തിലൂടെ ലക്ഷ്യമിടുന്നത്. അനധികൃത കുടിയേറ്റക്കാർക്കെതിരായ ജസ്റ്റിസ് ഫോർ അമേരിക്കൻ വിക്ടിംസ് ഓഫ് ഇല്ലീഗൽ ഏലിയൻസ് ആക്ട് എന്ന നിയമം അമേരിക്കയിലെ കുടിയേറ്റ രീതികളിൽ വലിയ മാറ്റങ്ങൾ വരുത്തുന്നില്ല. ഇപ്പോഴുള്ള വിസകളുടെ രീതി, നിയമപരമായ കുടിയേറ്റത്തിനുള്ള വഴികൾ, പോയിന്റ് അടിസ്ഥാനത്തിലുള്ള സമ്പ്രദായം എന്നിവയിലൊന്നും ഈ നിയമം മാറ്റം വരുത്തില്ല. ഈ നിയമത്തിൻ്റെ പ്രധാന ലക്ഷ്യം കൊലപാതകം ചെയ്യുന്ന അനധികൃത കുടിയേറ്റക്കാർക്കെതിരെയുള്ള ശിക്ഷാ നടപടികളാണ്. കൊലപാതകം ചെയ്യുന്ന കുടിയേറ്റക്കാർക്ക് വധശിക്ഷ നൽകുന്നത് ഈ നിയമം നിർബന്ധമായും പരിഗണിക്കും. ആളുകൾ എങ്ങനെ അമേരിക്കയിലേക്ക് കുടിയേറണം, വിസ എങ്ങനെ ലഭിക്കണം എന്നതിനൊന്നും ഈ നിയമം ഒരു മാറ്റവും വരുത്തുന്നില്ല. സ്ഥിരമായി താമസിക്കാൻ അനുവദിക്കുന്ന വിസകൾ, ജോലിയുടെ അടിസ്ഥാനത്തിലുള്ള ഗ്രീൻ കാർഡുകൾ, കുടുംബത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഗ്രീൻ കാർഡുകൾ എന്നിവയുടെ എണ്ണത്തിൽ ഈ നിയമം ഒരു കുറവും വരുത്തില്ല. അതുപോലെ നിയമപരമായി രാജ്യത്തേക്ക് വരാനുള്ള യോഗ്യതാ മാനദണ്ഡങ്ങളിലും മാറ്റമില്ല. അഭയം തേടുന്നവരെയും അഭയാർത്ഥികളെയും സ്വീകരിക്കുന്ന കാര്യത്തിലും ഈ നിയമം ഒരു ഇടപെടലും നടത്തുന്നില്ല. എന്നാൽ അനധികൃതമായി രാജ്യത്ത് താമസിക്കുന്നവരെ പിടികൂടാനും അവർക്കെതിരെ കടുത്ത ശിക്ഷാ നടപടികൾ എടുക്കാനും ഈ നിയമം കൂടുതൽ സഹായകമാകും. ഇത് കുടിയേറ്റ നിയമങ്ങൾ നടപ്പാക്കുന്ന രീതിയെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ട്. ഈ നിയമം വളരെ കുറഞ്ഞ കാര്യങ്ങളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ടെങ്കിലും കുടിയേറ്റ നിയമങ്ങളിൽ ക്രിമിനൽ നിയമത്തിൻ്റെ പങ്കിനെക്കുറിച്ചുള്ള ചർച്ചകൾക്ക് ഇതൊരു തുടക്കമിടും. ഇത് ഭാവിയിൽ നിയമപരമായോ അല്ലെങ്കിൽ ഭരണപരമായോ അനധികൃത കുടിയേറ്റക്കാർക്കെതിരെ കൂടുതൽ നടപടികൾ എടുക്കാൻ കാരണമായേക്കും. ചുരുക്കി പറഞ്ഞാൽ, ഈ നിയമം ആളുകൾ എങ്ങനെ നിയമപരമായി അമേരിക്കയിലേക്ക് കുടിയേറുന്നു എന്നതിലോ കുടിയേറ്റ സമ്പ്രദായത്തിൻ്റെ ഘടനയിലോ ഒരു മാറ്റവും വരുത്തുന്നില്ല. ഈ നിയമം അനധികൃത കുടിയേറ്റക്കാർ ചെയ്യുന്ന ചില കുറ്റകൃത്യങ്ങൾക്കുള്ള ശിക്ഷകളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നു. പക്ഷേ ഇത് നിയമം ലംഘിച്ച് രാജ്യത്ത് താമസിക്കുന്നവരോടുള്ള സമീപനത്തിൽ കൂടുതൽ കർശന നിലപാടെടുക്കാൻ പ്രേരിപ്പിക്കുന്നു. അമേരിക്കയിൽ ഇപ്പോൾ തിരഞ്ഞെടുപ്പ് അടുത്തു വരികയാണ്. അതുകൊണ്ട് കുടിയേറ്റ വിഷയം ഒരു പ്രധാന ചർച്ചാ വിഷയമാണ്. ഈ നിയമം എങ്ങനെ ഇന്ത്യക്കാരെ ബാധിക്കുമെന്നും തെരഞ്ഞെടുപ്പിൽ ഇതിനെന്തെങ്കിലും മാറ്റം വരുത്താൻ സാധിക്കുമോ എന്നും ഉറ്റുനോക്കുകയാണ് പലരും. രാഷ്ട്രീയ പാർട്ടികൾ ഈ വിഷയത്തെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നത് ശ്രദ്ധേയമാണ്. വരും ദിവസങ്ങളിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുമെന്ന് പ്രതീക്ഷിക്കാം.